ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 9 4-ാമത്തെ ശ്ലോകം പഠിക്കാം. നമുക്ക് ശ്ലോകം ചൊല്ലാം. തതഃ സകലനാളികാ വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണയേകാഗ്രധീഃ സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവ് താമരത്തണ്ടിൻ്റെ സുഷിരങ്ങളിലൂടെ താഴേക്ക് സഞ്ചരിച്ച് തിരിഞ്ഞു നോക്കിയിട്ടും താമരയുടെ ഉദ്ഭവസ്ഥാനമോ ഭഗവാന്റെ ദേഹമോ കാണാൻ സാധിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. തതഃ സകല നാളികാവിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ. തതഃ അതിനുശേഷം സകല എല്ലാ നാളികാവിവരമാർഗഗോ, നാളികാവിവരം, നാളിക എന്നാൽ ഇവിടെ താമരത്തണ്ട്, വിവരം എന്നാൽ സുഷിരം. നാളികാവിവരം താമരത്തണ്ടിൻ്റെ സുഷിരം. സകല നാളികാവിവരം താമരത്തണ്ടിൻ്റെ എല്ലാ സുഷിര മാർഗഗോ, മാർഗങ്ങളിലൂടെയും വഴികളിലൂടെയും. താമരത്തണ്ടിൻ്റെ ഉള്ളിൽ പല പല സുഷിരങ്ങളുണ്ട്. അങ്ങനെയുള്ള പല പല സുഷിര മാർഗങ്ങളിലൂടെയും മാർഗയൻ സഞ്ചരിച്ചു. ഇപ്രകാരം ബ്രഹ്മാവ് താമരത്തണ്ടിനുള്ളിലെ പല പല ദ്വാരവഴികളിലൂടെയും സഞ്ചരിച്ച് തിരഞ്ഞു നോക്കിയെങ്കിലും, മാർഗയൻ എന്നാൽ തിരഞ്ഞു നോക്കിയെങ്കിലും, പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ. പ്രയസ്യ പ്രയത്നിച്ചിട്ടും, ശതവത്സരം 100 വർഷക്കാലത്തോളം, അനേക വർഷക്കാലം പ്രയത്നിച്ചിട്ടും, കിമപി യാതൊന്നും, ന ഏവ സംദൃഷ്ടവാൻ, കിമപി ഏവ യാതൊന്നും തന്നെ, ന സംദൃഷ്ടവാൻ കണ്ടുകിട്ടിയില്ല. ഇപ്രകാരം അനേക വർഷക്കാലം പ്രയത്നിച്ചിട്ടും യാതൊന്നും തന്നെ കാണുവാൻ കഴിഞ്ഞില്ല. നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീഃ സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. നിവൃത്യ തിരിച്ചു വന്നിട്ട്, ഇപ്രകാരം താമരത്തണ്ടിൻ്റെ പല പല ദ്വാരവഴികളിലൂടെയും അനേക വർഷക്കാലം തിരഞ്ഞു നോക്കിയെങ്കിലും യാതൊന്നും കാണാൻ കഴിയാഞ്ഞിട്ട് നിരാശനായിട്ട്, നിവൃത്യ പിൻവാങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട്, കമലോദരേ, കമലം എന്നാൽ താമര, കമലോദരേ താമരയുടെ ഉള്ളിൽ, താമരപ്പൂവിൻ്റെ നടുക്ക്, സുഖനിഷണ്ണ സുഖമായി ഇരുന്നിട്ട്, സുഖാസനത്തിലിരുന്നിട്ട്, ഏകാഗ്രധീഹി, ധീ എന്നാൽ ബുദ്ധി, ഏകാഗ്രധി ഏകാഗ്രമായ ബുദ്ധിയോടെ, ഏകാഗ്രമായ മനസ്സോടെ താമരയുടെ നടുക്ക് സുഖാസനത്തിലിരുന്നിട്ട്, സമാധിബലമാദധേ, സമാധിബലം എന്നാൽ ഉറച്ച സമാധിയെ, ആദധേ പ്രാപിച്ചു അല്ലെങ്കിൽ കൈക്കൊണ്ടു. ഇപ്രകാരം വളരെ കാലം താമരത്തണ്ടിൻ്റെ സുഷിരത്തിലൂടെ താഴേക്ക് സഞ്ചരിച്ച് തിരഞ്ഞു നോക്കിയെങ്കിലും ഭഗവാന്റെ ദേഹം കാണാൻ സാധിക്കാഞ്ഞിട്ട് നിരാശനായിട്ട് പിൻവാങ്ങി തിരിച്ചു വന്ന് വീണ്ടും ആ താമരപ്പൂവിൻ്റെ നടുക്ക് സുഖ ആസനത്തിൽ ഏകാഗ്രമായ മനസ്സോടെ ഉറച്ച സമാധിയെ കൈക്കൊണ്ടു. ഭവദനുഗ്രഹൈകാഗ്രഹി, ഭവത് അങ്ങയുടെ അനുഗ്രഹൈഹി അനുഗ്രഹത്തെ, ഏകാഗ്രഹി ഒന്നുമാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹത്തിനെ ഒന്നിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉറച്ച സമാധിയെ കൈക്കൊണ്ടു ആ ബ്രഹ്മാവ്. ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഇപ്രകാരം ബ്രഹ്മാവ് താമരത്തണ്ടിനുള്ളിലെ പല പല ദ്വാരവഴികളിലൂടെയും സഞ്ചരിച്ചു തിരഞ്ഞു നോക്കിയെങ്കിലും അനേക വർഷക്കാലം പ്രയത്നിച്ചിട്ടും
യാതൊന്നും തന്നെ കാണുവാൻ കഴിയാത്തതുകൊണ്ട് നിരാശനായി പിൻവാങ്ങി തിരിച്ചു വന്നിട്ട് താമരയുടെ നടുക്ക് വീണ്ടും സുഖമായി ഇരുന്നിട്ട് സുഖാസനത്തിലിരുന്നിട്ട് ഏകാഗ്രമായ മനസ്സോടെ ഉറച്ച സമാധി അവസ്ഥയെ പ്രാപിച്ചു. ഭഗവാന്റെ അനുഗ്രഹം ഒന്നു മാത്രം ആഗ്രഹിച്ചിട്ട്, ഭഗവാന്റെ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉറച്ച സമാധി അവസ്ഥയെ പ്രാപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തതഃ സകല നാളിക വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീ സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. തതഃ സകല നാളികാ വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീ സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. അഞ്ചാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.